പുതിയ ജനക്ഷേമ പദ്ധതികളുമായി ശ്രീകൃഷ്ണപുരം റോട്ടറി ക്ലബ്ബ്. പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ജൂലൈ 7 സംഗീതശില്പം ഓഡിറ്റോറിയത്തിൽ നടക്കും. വരുന്ന വർഷം വിപുലമായ കാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങളാണ് ക്ലബ്ബ് ലക്ഷ്യമിടുന്നത്. ഭാരവാഹികൾ ശ്രീകൃഷ്ണപുരത്ത് വിളിച്ച വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീകൃഷ്ണപുരം റോട്ടറി ക്ലബ്ബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ജൂലൈ 7 വൈകിട്ട് 7 മണിക്ക് ശ്രീകൃഷ്ണപുരം സംഗീതശില്പം കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടക്കും. ചടങ്ങിൽ ഫെഡറൽ ബാങ്ക് ശ്രീകൃഷ്ണപുരം ശാഖാ മാനേജർ NP രമേശ്, റോട്ടറി ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ രാജേഷ് P നായർ തുടങ്ങിയവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും. പുതിയ റോട്ടറി വർഷം പ്രസിഡന്റ് കൃഷ്ണദാസിന്റെ നേതൃത്വത്തിലാണ് ആരോഹണം നടക്കുന്നത്. അത് ജൂലൈ 7 സംഗീതശില്പം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ആ പരിപാടിയുടെ ഉദ്ഘാടനം ചീഫ് ഗസ്റ്റായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഫെഡറൽ ബാങ്ക് മാനേജർ, ശ്രീകൃഷ്ണപുരം ഫെഡറൽ ബാങ്ക് മാനേജർ രമേശ് അവർകളാണ്. അന്ന് തന്നെ ഞങ്ങളുടെ ഡിസ്ട്രിക്ട് ഡയറക്ടർ, അസിസ്റ്റന്റ് ഗവർണർ GGR എന്നിവരെല്ലാം പങ്കെടുക്കുന്നതായിരിക്കും. വൈകുന്നേരം 7 മണിക്കാണ് പരിപാടി. വരുന്ന വർഷം വിപുലമായ കാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങളാണ് ക്ലബ്ബ് ലക്ഷ്യമിടുന്നത്. കോട്ടപ്പുറം അന്ധവിദ്യാലയത്തിലെ കുട്ടികൾക്കും കടമ്പഴിപ്പുറം കാഴ്ച പരിമിതരുടെ കേന്ദ്രത്തിലെ അന്തേവാസികൾക്കുമുള്ള സാമ്പത്തിക സഹായം, അട്ടപ്പാടി ദയാശ്രയ പുനരധിവാസ കേന്ദ്രത്തിനുള്ള സഹായം, വിദ്യാലയങ്ങളിൽ നാപ്കിൻ വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കൽ, മെഡിക്കൽ ക്യാമ്പുകൾ, വനിതകൾക്കായുള്ള സ്വയം പ്രതിരോധ ക്ലാസുകൾ തുടങ്ങി നിരവധി പദ്ധതികൾ ഈ വർഷം നടപ്പിലാക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാലയങ്ങളിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ നൽകുക എന്നുള്ളൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി മെഡിക്കൽ ക്യാമ്പുകൾ ഈ വർഷവും തുടർന്ന് നടത്തുന്നതായിരിക്കും. കൂടാതെ കണ്ണു പരിശോധന, ദന്തപരിശോധന എന്നീ ക്യാമ്പുകളും വേണ്ട മേഖലകളിൽ ചെയ്യുന്നുണ്ട്. വനിതകൾക്കും പെൺകുട്ടികൾക്കുമുള്ള സ്വയം രക്ഷാ പ്രതിരോധ ക്ലാസ്സുകൾ നമ്മൾ നൽകുന്നുണ്ട്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നാപ്കിൻ വെൻഡിംഗ് മെഷീൻ സ്ഥാപിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് അധികാരവുമായി സഹകരിച്ചുകൊണ്ട് ക്ലാസ്സുകളും മറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഒക്ടോബറിലെ ലോക ഭക്ഷ്യദിനത്തിൽ അശരണർക്കും അഗതികൾക്കും നമ്മൾ ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും ചെയ്തിരുന്നു, ഈ വർഷം അത് തുടരുന്നുണ്ട്. എല്ലാ വർഷവും ഓരോ ഡിസ്ട്രിക്റ്റിനും തീം ഉണ്ടാവും. ആ തീമാണ് യുണൈറ്റ്. അത് പ്രകാരമാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ആരോഗ്യം, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള പദ്ധതികളാണ് നമ്മളതിൽ ചെയ്യുന്നത്. അതിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോട്ടപ്പുറം അന്ധവിദ്യാലയത്തിൽ അവിടുത്തെ കുട്ടികൾക്ക് വേണ്ട വിദ്യാഭ്യാസപരമായിട്ടും ആരോഗ്യപരമായിട്ടും വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ കടമ്പഴിപ്പുറം കാഴ്ച പരിമിതിയുള്ള കുറച്ച് ആളുകൾ താമസിക്കുന്നുണ്ട്. അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. പിന്നെ നമ്മുടെ അട്ടപ്പാടി ഒരു ദയാശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഒരു മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള കുട്ടികൾ താമസിക്കുന്ന സ്ഥലമുണ്ട്. അവർക്ക് നമ്മൾ സ്ഥിരമായിട്ട് പോകാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യുക, അവർക്ക് ഡ്രസ്സുകൾ, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് നമ്മുടെ മരുന്നുകൾ, ഭക്ഷണം എന്നിവ നമ്മൾ ചെയ്യാനായിട്ട് ഈ വർഷം ആലോചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാലയങ്ങളിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ്, പല വിദ്യാലയങ്ങളിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്നില്ല. അപ്പോൾ അത് നമ്മളൊരു തീമിൽ വരുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് അത് നമ്മൾ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മുണ്ടൂർ സാധാർ സദൻ്റെ കാര്യം പറഞ്ഞു. അത് കുറേ വർഷമായിട്ട് നമ്മൾ അവരെ സഹായിക്കുന്ന ഒരു നടപടിയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണം, അതുപോലെ തന്നെ ഡ്രസ്സുകൾ ഈ വർഷവും നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് ഹോമിയോ മരുന്ന്, അവർക്ക് വേദന സംഹാരിയായിട്ടുള്ള ഹോമിയോ മരുന്ന് നമ്മുടെ ഡോക്ടർ തന്നെയുണ്ട്, ആ ഡോക്ടറാണ് ചെയ്യുന്നത്. ആ പദ്ധതിയും നമ്മൾ ഈ വർഷം ഭംഗിയായിട്ട് നടത്താൻ തീരുമാനിക്കുന്നുണ്ട്. ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചറുകൾ, അവരുടെ കണ്ണ് പരിശോധിക്കുന്നതിന് ചെർപ്പശ്ശേരിയിലെ സെയിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മെഡിക്കൽ ക്യാമ്പ് തുടങ്ങി വ്യത്യസ്ത പരിപാടികൾ ബഡ്സിൽ ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞ വർഷം കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ പ്രധാനമായും ചെയ്തിട്ടുള്ളത് സമൂഹത്തിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന പലരെയും സഹായിക്കുന്ന ഒരു പ്രോജക്റ്റായിരുന്നു അന്നപൂർണി എന്ന പേരിൽ. ശ്രീകൃഷ്ണപുരത്തെ പാലിയേറ്റീവ് വിഭാഗത്തിൽപ്പെട്ട 2 കുടുംബങ്ങളെ ദത്തെടുത്തു. അതിലൊരു കുടുംബം 2 പേരും
ഒരാൾ 80 വയസ്സോളം ആയിട്ടുള്ള ഒരു സ്ത്രീയും അവരുടെ അരയ്ക്ക് താഴേക്ക് പൂർണ്ണമായും തളർന്നിട്ടുള്ള 25 വയസ്സുള്ള ഒരു യുവതിയും അടങ്ങിയിട്ടുള്ള ഒരു കുടുംബവും, മറ്റൊന്ന് അഭിജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ കുടുംബവുമായിരുന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല, ഈ കുട്ടിയെ പരിചരിച്ചുകൊണ്ട് നിൽക്കേണ്ടത്. അവർക്ക് എല്ലാ മാസവും, കഴിഞ്ഞ വർഷത്തിലെ എല്ലാ മാസവും ഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കാൻ കഴിയും. ഇത്തരത്തിലുള്ള പാലിയേറ്റീവ് വിഭാഗത്തിൽപ്പെട്ട 29 പേരെ എല്ലാം തിരഞ്ഞെടുത്തത് ഗ്രാമപഞ്ചായത്തിൻ്റെ പാലിയേറ്റീവ് വിഭാഗമായിരുന്നു. ആ 29 പേർക്കും ഒരു മാസത്തെ ഭക്ഷണം കൊടുക്കുന്ന, അവരുടെ ഫാമിലിക്ക് ഒരു മാസത്തെ ഭക്ഷണം കൊടുക്കുന്ന ശ്രീകൃഷ്ണപുരം പാലിയേറ്റീവുമായി ചേർന്നുകൊണ്ടായിരുന്നു. എല്ലാ ചെലവുകളും നമ്മളാണ് വഹിച്ചത്. എല്ലാം നേരിട്ട് എത്തിച്ചു കൊടുക്കാനുള്ള പരിപാടികൾ. മുണ്ടൂരിലുള്ള സന്താൾ എന്ന ഓൾഡ് ഏജ് ഹോം ദത്തെടുത്ത് അവിടെ 25ഓളം സ്ത്രീകൾ മാത്രമുള്ള ഒരു ഇതാണ്. അതിൽ 50% സൈക്യാട്രിക് പേഷ്യൻസ് ആണ്, അല്ലാത്തവരുമുണ്ട്, വളരെ കിടപ്പിലായിട്ടുള്ളവർ. അത്തരം ആൾക്കാർക്ക് കഴിഞ്ഞ 8 പ്രാവശ്യം നമ്മൾ സന്താളിൽ ഭക്ഷണ വിതരണം നടത്തി, സന്താളിൽ ഐ ക്യാമ്പ് നടത്തി, സന്താളിൽ നമ്മൾ സ്ഥിരമായിട്ട് 2 മാസം കൂടുമ്പോൾ ഞങ്ങളുടെ തന്നെ മെമ്പറായിട്ടുള്ള ആരോഗ്യ എന്ന് പറഞ്ഞിട്ടുള്ള ശ്രീകൃഷ്ണപുരത്തുള്ള ക്ലിനിക്കിലെ ഡോക്ടർ മായയെ വെച്ചുകൊണ്ട് ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് നടത്തുകയും സ്ഥിരമായിട്ട് അവർക്ക് കഴിഞ്ഞ 1 വർഷം മരുന്ന് കൊടുക്കുന്ന പ്രോഗ്രാം നടപ്പാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഹൈസ്കൂൾ ഒഴികെയുള്ള എല്ലാ സ്കൂളുകളിലും ശ്രീകൃഷ്ണപുരത്തെ പുതിയ മെഡിക്കൽ സ്ഥാപനമായിട്ടുള്ള എലൈറ്റ് മെഡിക്കൽ സെൻ്ററുമായി ചേർന്ന് അലോപ്പതിയുടെ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. അലോപ്പതിയുടെ മെഡിക്കൽ ക്യാമ്പ് മാത്രമല്ല, എല്ലാ കുട്ടികൾക്കും ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്തു. സമൂഹത്തിലെ ഏറ്റവും വിപത്തായി നിലനിൽക്കുന്ന ലഹരിക്കെതിരെ ശ്രീകൃഷ്ണപുരത്തുള്ള എല്ലാ സ്കൂളുകളുടെയും അസംബ്ലികളിൽ നമ്മൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ, സ്കൂളിലെ അധ്യാപകരും കുട്ടികൾക്കും ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞയുടെ കാർഡ് വീടുകളിൽ പ്രദർശിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രിന്റ് ചെയ്ത് ലഹരിക്കെതിരെ പുതിയ തലമുറയെ ഒരുക്കിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നായടിപ്പാറ സ്കൂളിൽ സ്മാർട്ട് ക്ലാസ് റൂം ആക്കുന്നതിനുള്ള സഹായം കൊടുക്കുകയും ഒരു ക്ലാസ് റൂം സ്മാർട്ട് ക്ലാസ് റൂമായിട്ട് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. 2 ഡയാലിസിസ് പേഷ്യൻസിൽ ഒരാൾ ഇപ്പം മരണപ്പെട്ടു, നമ്മുടെ ഈ ചാത്തമ്പൂന്നുള്ളത്. എങ്കിൽ പോലും 2 പേർക്ക് സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു. ശ്രീകൃഷ്ണപുരത്തിലെ ഗ്രാമപഞ്ചായത്തുമായി ചേർന്നിട്ട് ശ്രീകൃഷ്ണപുരത്തും തലേനക്കാടും വലുമ്പലിമംഗലത്തും നമ്മൾ പേവിഷബാധക്കെതിരെയുള്ള വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ മരുന്നിൻ്റെ പൂർണ്ണ ചുമതല, എല്ലാ ചെലവുകളും നിർവഹിച്ചത് ശ്രീകൃഷ്ണപുരത്തെ റോട്ടറി ക്ലബ്ബായിരുന്നു. കോട്ടപ്പുറത്തുള്ള ബ്ലൈൻഡ് സ്കൂളിന് സാമ്പത്തിക സഹായം നൽകി. അതുപോലെ തന്നെ നമ്മൾ ഈ ഇവിടെ പാർലിപ്പടിയിലുള്ള ശാന്തയുടെ കുടുംബത്തിനാണ് നമ്മൾ ഭക്ഷണം കൊടുത്തിരുന്നത്. അപ്പം അതിൽ ഒരു കുട്ടി, മകളുണ്ടെന്ന് പറഞ്ഞല്ലോ, അവർ കുറേ കാലം ഒരു കുഴപ്പമില്ലാതെ പോയിരുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ കുറച്ച് ഫാറ്റിയൊക്കെ ആയിട്ടുള്ള, അപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അരയ്ക്ക് കീഴ്പോട്ട് തളർന്നോടുകൂടി പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയായി. അപ്പോൾ ഒരു പ്രാവശ്യം ചെന്നപ്പോൾ അവരൊരു ഫോണിനെ കുറിച്ച്, ഇതുവരെ പുറത്തിറങ്ങിയിട്ടുള്ള ആൾക്ക് യാതൊരു ബന്ധപ്പെടാൻ കഴിയില്ല, സാമ്പത്തികമായിട്ട് വളരെ പിന്നെ, അപ്പോൾ ഒരു ഫോൺ കിട്ടുകയാണെങ്കിൽ കുറേ കാര്യങ്ങളായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ തന്നെ ഒരു അംഗം സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു ഫോണ് അവർക്ക്, സ്മാർട്ട് ഫോൺ അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞു. ഇത്തരത്തിൽ സമൂഹത്തിലുള്ള വളരെ വിഷമം അനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പുന്നതിനുള്ള ധാരാളം പരിപാടികൾ, 128 പദ്ധതികൾ നമ്മൾ, ഞാനൊരു മെയിൻ പോയിന്റുകൾ മാത്രമാണ് പറയുന്നുള്ളൂ, 128ഓളം പദ്ധതികൾ നമ്മൾ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 125ലധികം ജനക്ഷേമ പരിപാടികൾ വിജയകരമായി സംഘടിപ്പിക്കാൻ ക്ലബിന് സാധിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് പി കൃഷ്ണദാസ്, സെക്രട്ടറി മുരളീകൃഷ്ണൻ, ട്രഷറർ ഇ വി വിശ്വനാഥൻ, ഗവർണർ ഗ്രൂപ്പ് പ്രതിനിധി എസ് മോഹനൻ, മുൻ പ്രസിഡന്റ് CN സത്യൻ എന്നിവർ പങ്കെടുത്തു.